സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യർ, നഗ്നനേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. தொடர்ந்து வரும் நீதானே மெய்யெழுத்து, நான் போடும் கையெழுத்து அன்பே. உலகம் மொழியில் வரும் எல்லாமே நேரெழுத்து, காதல் தான் கண்ணெழுத்து அன்பே. மயிலிறகே மயிலிறகே வருடுகிறாய் மெல்ல, மழை நிலவே மழை நிலவே விழியில் எல்லாம் നിങ്ങൾ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഇന്നെന്താ വിക്രമാദിത്യനും വേതാളവും പുറത്തൊന്നും പോയില്ലേ? ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ കോളേജ് പരിസരത്ത് തന്നെ. എന്ത് പറ്റി? ഓ, ഞങ്ങൾക്ക് കറങ്ങാൻ സ്ഥലമൊന്നും കിട്ടിയില്ല. അല്ല, നിന്റെ സാറ് എവളെ കൂടെ സംസാരിച്ചോണ്ട് ക്യാൻറ്റീനിലോട്ട് പോകുന്നുണ്ടല്ലോ. എന്താ, നിനക്ക് വിഷമമൊന്നുമില്ലേ? എനിക്കെന്ത് വിഷമം? പുള്ളിക്കാരന്റെ ലൈഫ്, പുള്ളിക്കാർക്ക് ഇഷ്ടമുള്ളവരോട് സംസാരിക്കും. നമുക്കെന്താ അല്ല ഐഷു? ഓ, ഇക്കാര്യത്തിൽ നീ ഐഷുവിനെ കൂട്ടുപിടിക്കണ്ട. നിന്റെ മുഖം കണ്ട പറയത്തില്ല കാശി, നിനക്ക് ഒട്ടും വിഷമമില്ല. കള്ളം പറയുന്നതിനൊക്കെ ഒരു അതിലുണ്ടേ. അതെ ഇടി, ഞാനെന്ത് കള്ളം പറഞ്ഞെന്നാ? ഞാൻ ഇവിടെ നിന്നാ ശരിയാവത്തില്ല. അച്ചു, ഞാൻ പോവാ. ഇവളുടെ ഓരോ ഒത്താളത്തെ വർത്താനം കേട്ടാലുണ്ടല്ലോ വലിച്ചു റൂട്ടിക്കാൻ തോന്നും. ഐഷു, ഞാൻ പോവാ. നീ എന്താന്ന് വെച്ചാൽ സംസാരിച്ചിട്ട് വന്നേക്ക്. എന്തുവാ അന്നാമേ, നിനക്കിപ്പോ എന്ത് കിട്ടി? കണ്ടാവൻ പിണങ്ങി പോയതാ. എന്തൊരു കഷ്ടവാ. പാവ, അവന് നല്ല വിഷമായി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ അവന്റെ അടുത്ത് അങ്ങേരുടെ കാര്യം പറഞ്ഞോണ്ട് ചെല്ലരുതെന്ന്. വെറുതെ അവനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. അങ്കിത, ഞാനും പോവാട്ടോ. അതിനിപ്പോ ഞാനും ചെയ്ത് എനിക്ക് ഫീൽ ചെയ്ത കാര്യമല്ലേ പറഞ്ഞത്. അതൊന്നുമില്ല അച്ചു. ആക്ച്വലി എനിക്ക് അവനെന്ത് ജലസ് ഉള്ള തോന്നി, അത് ചോദിച്ചതാ. പ്രശ്നമായോ? എനിക്ക് ദേഷ്യം വരുന്ന ലെവലിലൊന്നും ഏതായാലും നീ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. നിനക്കൊരു ഡൗട്ട് തോന്നി, നീ ഇത് ചോദിച്ചു. ആ, ജലസ് അടിച്ചാണ്. ഏതായാലും ഞാൻ ഋഷിയോട് പറഞ്ഞിട്ടുണ്ട് ആദമാണോ പ്രതിന്ന് തിരക്കാനായിട്ട്. ഇപ്പം പറഞ്ഞിട്ട് 2-3 ആഴ്ച ആവാറായി. ഇന്നവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഓഫീസിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞെന്നാ പറഞ്ഞത്. ഇന്നറിയാം ആദമാണോ അഖിലാണോ എന്നൊക്കെ. ആ, നോക്കാം. അല്ല, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആക്ച്വലി ഈ AK കമ്പനിയുടെ ഓണർ അങ്കിതും കളിദാസും ആണെന്ന് കാശിക്ക് അറിയത്തില്ലല്ലോ. എങ്ങനെ അറിഞ്ഞ അത് ഒളിപ്പിച്ചു വെച്ചതിന് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാവത്തില്ലേ? അത് പോരാഞ്ഞിട്ട് ഇപ്പൊ തന്നെ ആദ്യമല്ല ഇതൊക്കെ ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാ അവര് വീണ്ടും പഴയതുപോലെ ആവുമെന്ന് തോന്നുന്നുണ്ടോ? AK കമ്പനിയുടെ കാര്യം അറിയുമ്പോഴത്തേക്കും പണ്ടേ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുമെന്ന് ഞാനും കിച്ചും വിചാരിച്ചിരിക്കുന്ന കാര്യമാണ്. അത് വിട്. അതറിയുമ്പോൾ മിക്കവാറും അവൻ ഞങ്ങൾ രണ്ടിനെ വലിച്ച് റൊട്ടിക്കാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ പാവമാ, ശുദ്ധനാ. പിന്നെ ആദമിന്റെ കാര്യം പ്രാക്ടിക്കൽ ആവാതിരിക്കാൻ യാതൊരു ചാൻസും ഇല്ല. കാരണം അന്ന് അവൻ എന്നോട് പുറത്ത് വന്നിട്ട് പറഞ്ഞത് അവ ഒന്നും പറഞ്ഞില്ലെന്നാ പറഞ്ഞേ. ആദ്യം പ്രപ്പോസ് ചെയ്തു, അവൻ തിരിച്ച് മറുപടി ഒന്നും പറയാതെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നെന്നാ പറഞ്ഞേ. അങ്ങനെ വന്ന സ്ഥിതിക്ക് അവിടെ വേറൊരു ഇഷ്യൂ ഇല്ലല്ലോ. ഒന്നും പറയാതെയല്ലേ വന്നത്. ഇനിയിപ്പോൾ പോയിട്ട് ഞാൻ ഒരുപാട് ആലോചിക്കാനുള്ള ടൈം ഇത്രയും എടുത്തത് എനിക്ക് കുഴപ്പമില്ല. ഓക്കെന്ന് പറഞ്ഞ പ്രശ്നം തീർന്നില്ലേ? എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. കാശി അത്രേ പറഞ്ഞോളൂ. ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത് എനിക്ക് അത്ര വിശ്വസനീയമല്ല. ബിക്കോസ് കാശി ഒന്നും പറഞ്ഞില്ലെങ്കിൽ ആദം സാറ് ആദം അവന്റെ പിറകെങ്കിലും അറ്റ്ലീസ്റ്റ് നടക്കേണ്ടതാണ്. ഇതാദം അവനൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല, അവനും മൈൻഡ് ചെയ്യുന്നില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണോന്ന് എന്റെ മനസ്സ് പറയുന്നത്. നോ പറഞ്ഞ അവൻ എന്നോട് പറയുന്നതാ.
അവ ഒന്നും പറഞ്ഞില്ല. അവ അന്നൊന്നും മിണ്ടാതെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നെന്നാ പറഞ്ഞേ. മേ ബി അവർ റിജക്റ്റ് ചെയ്തതിൻ്റെ, ഐ മീൻ നമ്മൾ മിണ്ടാതെ മുഖം തിരിച്ചു പോകുന്നത് റിജക്റ്റ് ചെയ്യുന്നതിന് തുല്യമാണല്ലോ. അതിൻ്റെ ഒരു ഇതായിരിക്കും ആദ്യം ഇപ്പോൾ കാണിക്കുന്നത്. ഇവൻ പിന്നെ സത്യങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ ഒരു വാശിയായിരിക്കും. നോക്കാം. എവിടെ വരെ പോകും നോക്കാം. എനിവേ, നീ ഇനി ഇതിനെ നിന്ന് കൂട്ടിക്കൊഴിച്ച് ഒരുപാട് ഡൗട്ട് ഉണ്ടാക്കാണ്ട് നീ വരാൻ നോക്ക്. കമ്പനിയിൽ ചെല്ലാനെന്നും പറഞ്ഞ് അലച്ചായം വിളിച്ചിട്ട് തന്നെ ഒരുപാട് നേരമായി. ഇനി ഇവിടെ നിന്ന് തത്തിക്കളിച്ചാലേ അതിനെ നേരം കാണത്തുള്ളൂ. വാ. എന്റെ പൊന്നന്നാമേ പറയിപ്പിക്കരുത്. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞു. ആ കാശിയേട്ടനങ്ങനെ വല്ലതും കേട്ട് കഴിഞ്ഞാൽ പോയി. നീ എന്നെ അച്ചൂന്ന് എന്നെ വിളിച്ചാൽ മതി, എല്ലാവരും വിളിക്കും പോലെ. അതാകുമ്പോൾ ഡൗട്ട് തോന്നൂല. സോറവള. വാ. ഇങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. ഒന്നും രണ്ടൊന്നല്ല, 3 ആഴ്ച ആവാറായി ഞാൻ അവന്റെ പുറകെ പട്ടിയെ പോലെ നടക്കാൻ തുടങ്ങിയിട്ട്. ഒരാൾ ഇങ്ങനെയൊന്നും ശിക്ഷിക്കാൻ പാടില്ല. ഞാൻ അവന്റെ കാല് പിടിച്ച് സോറി പറഞ്ഞതാ. എന്നിട്ട് അവന് വല്ല മൈൻഡ് കൊണ്ടോ? അവൻ എന്നും ഡെയിലി കോളേജിൽ പോകുന്നു പഠിക്കാനായിട്ട്. ഞാനിവിടെ ഓഫീസിൽ പോകാതെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 1.5 മാസം കഴിയാറായി. ആരോട് പറയാൻ ആര് കേൾക്കാൻ? ഇന്നെന്തായാലും ഞാൻ അവനെ പിടിച്ച് നിർത്തി ചോദിക്കും അവന്റെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന്. നോക്കിക്കോ, ഇനി ഇങ്ങനെ എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. എനിക്കെന്താ അവൻ്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ എനിക്ക് അവനെ കിസ് ചെയ്യണമെന്ന് പറഞ്ഞോ? ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അറ്റ്ലീസ്റ്റ് എന്നോട് പിണങ്ങി നടക്കുന്ന ഈ പിണക്കമെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? ഒന്ന് മിണ്ടിക്കൂടെ? അതെങ്ങനെ? എന്നോട് മിണ്ടാനാണോ നേരം? ഏത് സമയം നോക്കിയാലും അഖിലിന്റെ കൂടെയല്ലേ. അഖിലിനായിട്ട് മിണ്ടാനും അഖിലിനെ നോക്കി വെള്ളം ഉറക്കിക്കൊണ്ടിരിക്കാനും മാത്രമേ അവനിപ്പോ നേരമുള്ളൂ. അപ്പൊ ഞാനാരാ അവന്റെ? വേണോ? ഇനി വേണോ ടിഷ്യൂ? ഇനി വേണോ? ഇതിപ്പോ വന്നപ്പോ തൊട്ട് തുടങ്ങിയതാണല്ലോ. ജലദോഷമാണോന്ന് ചോദിച്ചപ്പോൾ അല്ലെന്ന് പറഞ്ഞു. പിന്നെ ഇതിന് മാത്രം ആരാ നിങ്ങളിങ്ങനെ പറയുന്നേ? ആരെങ്കിലും ഇരുന്ന് പ്രാകുന്നുണ്ടായിരിക്കും. ആരെങ്കിലുമൊക്കെ പ്രാക്ക് വാങ്ങിച്ച് കിട്ടാതെ നിങ്ങൾക്ക് വല്ല പെണ്ണും കെട്ടിക്കൂടെ മനുഷ്യ? അല്ല, നിങ്ങൾ എന്നാ അഖിലേട്ടാ ഇനി നന്നാവുന്നേ? എൻ്റെ പൊന്നഖിലേട്ടാ, നിങ്ങളുടെ പ്രശ്നം എന്താ? രാവിലെ വന്നപ്പോൾ തൊട്ട് അത് അച്ചുവാ ഉറപ്പിച്ച്. നിങ്ങൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് കയറി കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? 1 മാസം ആവാറായി. എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളിങ്ങനെ അച്ചു എന്ന് പറഞ്ഞ് സ്ഥാപിക്കാതെ നിങ്ങൾ തെളിവ് കൊണ്ട് എൻ്റെ അടുത്ത് വാ, ഞാൻ വിശ്വസിക്കാം. അത് അച്ചു എന്നുള്ളതിന്റെ ഒരേ ഒരു റീസണേ, എന്റെ അമ്മേ തുമ്മി മണ്ടവേന എടുക്കുന്നു. അവൻ എന്നോടുള്ള അപ്രോച്ച് ശരിയല്ല, അത് തന്നെയാണ്. അതിനി തെളിവെന്ന് പറയുന്നത് ഞാൻ വീഡിയോ എടുത്തോണ്ട് തരുമോ? അവൻ എന്റെ അടുത്ത് വന്നിന്ന് ഒരുമാതിരി പാവളവാന്ന് പറഞ്ഞോണ്ട് ഫ്ലർട്ട് ചെയ്യണത്. ആരോട് പറയേ? എന്തുണ്ടെങ്കിലും നിന്റെ അണ്ണാക്കി വന്ന് പറയണ. ആദ്യം പറയാൻ പറയണ എന്നെ വേണം അടിച്ചു കൊല്ലേ. പിന്നെ എന്തിനാണാവോ ചേട്ടൻ കഷ്ടപ്പെട്ട് വരണത്? എന്നെ വായിന്നൊന്നും കേക്കല്ലേ. കാണിക്കാനുള്ളതെല്ലാം കാണിച്ചു വെച്ചിട്ട്. എൻ്റെ പൊന്ന് അഖിലേട്ടാ, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കാം, അഖിലേട്ടൻ്റെ പ്രശ്നം എന്താ? അവൻ അവിടെ വന്നിട്ട് 1.5 മാസമായി. ആ വീട്ടിൽ വേറെ ആർക്കും തോന്നാത്ത ഡൗട്ടാണല്ലോ അഖിലേട്ടന്. അത് അച്ചുവാന്ന് പറഞ്ഞുകൊണ്ട് എത്രയൊക്കെ നിങ്ങളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വിട്ടാലും പിറ്റേന്ന് നിങ്ങൾ വീണ്ടും വരും അത് അച്ചുവാന്നും പറഞ്ഞുകൊണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്ക്. അവൻ ഡോക്ടർ പറഞ്ഞു അവന് മാറ്റങ്ങളുണ്ടാവും, മാറുമെന്ന്. അവൻ മാറി. സോ ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. അതാദ്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അല്ലാതെ എപ്പോഴും അച്ചുവിനെ തന്നെ വിചാരിച്ചോണ്ടെങ്കിൽ നിങ്ങളെ ഇളക്കം എങ്ങോട്ടാന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് അച്ചുവിനോട് പ്രേമല്ലേ? പ്രേമം നിന്റെ കുഞ്ഞമ്മയ്ക്കാണോ? എടാ പുല്ലേ, ആവശ്യമില്ലാത്ത പറയരുത്. ഞാനും അവന് ആകപ്പാടെ ഒരു 2 സെക്കൻഡ് സംസാരിച്ചിട്ടുള്ളൂ, എയർപോർട്ടിൽ നിന്ന് വീട്ടിൽ വരണവരെ. അതിനിടയ്ക്കല്ല എനിക്ക് അവനോട് പ്രേമം തോന്നേ. എനിക്കറിയാം എന്റെ വിഷമം എന്താന്ന്. ആ ഇന്ദ്രയെങ്കിലും കണ്ടാണ്ടല്ലോ ആ ചെറുക്കൻ എന്റെ അടുത്ത് ഒന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അന്ന് തീരും. ആ ഇന്ദ്രയുടെ സ്വഭാവത്തിന് അവൻ എന്നെയും കൊല്ലും അവനെയും കൊല്ലും. അവനതൊന്നും അറിയണ്ട. അവന്റെ ചേട്ടൻ വന്ന് ഇവിടെ വന്നെത്തി അവനൊന്ന് മാന്തിയിട്ട് പോയെന്നും പറഞ്ഞുകൊണ്ടാണ് അവൻ ഈ ധൈര്യത്തിൽ ആ വീട്ടിൽ കിടന്ന് ഇങ്ങനെ പൊടിക്കുന്നത്. ഞാനിനി എന്തൊക്കെ സഹിക്കണം ദൈവമേ. അപ്പൊ ഇന്ദ്ര കണ്ട പ്രശ്നമാവും നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യണം? നിങ്ങൾ അത് ഇന്ദ്രയോട് പോയി പറയണം ആദ്യം. അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല എന്നല്ലേ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ ഇന്ദ്രയോട് പോയി പറയണം, നിന്റെ ഹസ്ബൻഡ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുക, നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കണോടാ, ഞാൻ അവന്റെ ചേട്ടനാ, പക്ഷെ അവൻ ആ ഒരു ഇതിലല്ല എന്നോട് പെരുമാറുന്നത് എന്ന് പറയണം. അപ്പൊ നിങ്ങൾ മുൻകൂർ ജാമ്യം എടുത്തതാവും, നിങ്ങളുടെ പേരിൽ ഒരു പ്രശ്നവും വരത്തില്ല. എങ്ങനെയുണ്ട്? എടാ അവിടെയല്ലേ പ്രശ്നം. അത് കിച്ചു അല്ലെങ്കിലോ ചിലപ്പോ അത് അച്ചു ആണെങ്കിലോ? വെറുതെ എന്തിനാണ് ഞാൻ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കണം ഞാൻ കാരണം അവരുടെ ഇടയിൽ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്. ഇയാളെ ഞാൻ ഇന്ന്. അപ്പൊ എന്താ, അച്ചു ആണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ലേ ഇങ്ങനെ പെരുമാറിയ? ഇല്ല
കാരണം വേറൊന്നുമല്ല, നീ തെറ്റിദ്ധരിക്കാൻ വരട്ടെ. എടാ, കിച്ചു ആണെങ്കിൽ ആരാ? ഇന്ദ്രയുടെ ഭർത്താവ്, ഐ മീൻ ഇന്ദ്രയുടെ ലൈഫ് പാർട്ട്ണർ. അച്ചു ആണെങ്കിൽ ആരാ? അവന് പ്രത്യേകിച്ച് പാർട്ട്ണർ ഒന്നുമില്ലല്ലോ. അവനെ വെച്ച് ആരെങ്കിലും വല്ലതും പറഞ്ഞാലും എനിക്ക് സീനൊന്നും ഇല്ലടാ. ഇതിനെക്കാരും വലുതൊന്നും ഇനി വരാനില്ലല്ലോ. പക്ഷെ മറ്റേത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കിച്ചു ആണോ അച്ചു ആണോ എന്നറിയാതെ ഞാൻ പോയി പറഞ്ഞിട്ട് ഇനി അവൻ പഴയതുപോലെ അങ്ങനെ കിച്ചുവിനോട് പെരുമാറിയാൻ. കിച്ചു ആണെങ്കിൽ പാവോ, അച്ചു ആണെങ്കിൽ ഇന്ദ്ര പാവോ. എനിക്ക് വയ്യ. വാസ്തവത്തിൽ പറഞ്ഞ ഇവിടെ ഇപ്പം നിങ്ങൾ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കും. ഒരു സൈഡിൽ ഇന്ദ്ര, ഒരു സൈഡിൽ കിച്ചു അച്ചു. ഇതിലാരാന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഈ കണക്കാണെങ്കിൽ നിങ്ങളെ കുതിരവട്ടത്തോളം പറയലെ കൊണ്ടാക്കേണ്ടി വരും. നോക്കേട്ടാ, ഇതുവരെ ആ വീട്ടിൽ വേറെ ആർക്കും ഡൗട്ട് തോന്നാത്ത സ്ഥിതിക്ക്, നിങ്ങൾക്ക് മാത്രം തോന്നുന്ന സ്ഥിതിക്ക് ഇത് നിങ്ങളുടെ വെറും തോന്നലാണ്. 1.5 മാസം ആവാറായി. ഐ മീൻ 2 ആഴ്ചയും 3 ആഴ്ച കഴിഞ്ഞ് കിച്ചുവിന് ആ സംഭവമൊക്കെ കഴിഞ്ഞ് ആ വീട്ടിൽ വന്നിട്ട്, അതായത് 1.5 മാസം ആവാറായി. ഇതുവരെ അവിടെ ആർക്കും ഒരു ഡൗട്ടും ഇല്ല അത് കിച്ചു ആണോ അച്ചു ആണോ എന്നും പറഞ്ഞുകൊണ്ട്. നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ ഈ പിഴട്ട് തലേരെ കുഴപ്പമാണ്. മര്യാദയ്ക്ക് വിട്ട് പോയി സമാധാനമായിട്ട് ഇരിക്കാൻ നോക്ക്. അത് കിച്ചു അല്ല അച്ചു അല്ല. എങ്ങാനും ഇനി അങ്ങനെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഡൗട്ട് നിങ്ങൾ ആദ്യം പറയേണ്ടത് അവൻ്റെ ഭർത്താവായ ഇന്ദ്രയോടാണ്, അല്ലാതെ എന്നോടല്ല വന്നിട്ട് എന്നും പറഞ്ഞുകൊണ്ട് 24 മണിക്കൂർ വന്ന് പറയേണ്ടത്. കേട്ടാ? ആടാ, എനിക്കിത് തന്നെ വേണം. ഒരു സമാധാനം ഇല്ലാണ്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാതാകുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് എണിച്ച് വരുന്നത് നിന്റെ അടുത്ത്. അപ്പൊ നീ ഇങ്ങനെ തന്നെ എന്റെ അടുത്ത് പറയണം. നീ പറഞ്ഞത് ശരിയാ. അല്ലേലേ ഞാൻ അവന്റെ പിറകെ കൊണ്ട് മണത്ത് എവിടെയെങ്കിലും അവനൊരു വീഴ്ച പറ്റി. നീ നോക്കിക്കോ. നീ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? ഞാൻ ഈ കോളേജ് മുഴുവൻ അരിച്ചിറക്കി. അവിടെ നിന്ന് പിണങ്ങി ഇങ്ങോട്ട് വന്നതല്ലേ? നീ ഓക്കെ അല്ലേ? നീ കരഞ്ഞോ? ഞാൻ കരഞ്ഞൊന്നുമില്ല. നിന്റെ ഉണ്ട കണ്ടിട്ട് നോക്കിയിട്ട് നിനക്ക് തോന്നുന്നതാ. ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? എനിക്കെന്താ വിഷമം? അങ്ങേര് ആരുടെ കൂടെ ആണോ പൊക്കോട്ടെ, എനിക്കൊരു വിഷമമില്ല. അങ്ങനെയെങ്കിലും അങ്ങേര് പോട്ടെ, സന്തോഷം മാത്രമേ ഉള്ളൂ. ഈ 2 ആഴ്ചക്കകത്ത് അങ്ങനെ എന്നെ മൂത്ത് നോക്കുക മിണ്ട ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ കാരണം തന്നെയാ. അങ്ങനെ തന്നെ ഇരുന്നാ മതി. അതാകുമ്പോ ആർക്കും വിഷമമില്ലാതെ അങ്ങ് പോവുമല്ലോ. മതി മതി. ആ പൊട്ടി വന്ന കണ്ണീര് കൂടെ അങ്ങ് തുടച്ചളഞ്ഞേക്ക് കേട്ടാ. എന്നിട്ട് നിന്ന് അഭിനയിക്ക്. എടാ, അത് അന്നാമയുടെ അടുത്ത് ഏക്കത്തുള്ളൂ. നീ കരഞ്ഞില്ലാന്ന് പറഞ്ഞ് അവളുടെ മുമ്പ് അഭിനയിച്ച അവൾക്ക് നിന്നെ അധികം അറിയാത്തോണ്ട് അവളുടെ അടുത്ത് നിന്റെ അഭിനയം ഏക്കും. പക്ഷെ ഈ ഐഷുവിന്റെ മുമ്പ് നീ അഭിനയിക്കരുത് കാശു. ഈ ലോകത്ത് മറ്റാരെക്കാളും എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. അങ്ങേരെ ആ സ്ത്രീയുടെ കൂടെ ക്യാൻറ്റീനിൽ പോണ കണ്ടപ്പോഴേ നീ ഒട്ടും ഓക്കെ അല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പിന്നെ നീ ഇത്രയെങ്കിലും ഓക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരെ തിരക്കി പോവാന്ന് പറഞ്ഞപ്പോൾ ഞാനും നീ എൻഗേജ്ഡ് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് പോവാന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ നിന്നെയും കൊണ്ട് ഞാൻ അപ്പോഴേ ക്ലാസ്സിൽ പോയേനെ. അവിടെ ചെല്ലുമ്പോൾ അന്നാമ്മ അങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എനിവേ, ഇനിയും ഇങ്ങനെയൊക്കെ കേൾക്കും കാശു. നീ ആയിട്ട് തന്നെ എടുത്ത ഡിസിഷൻ അല്ലേ? അതിന് നിനക്ക് കാരണങ്ങളും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ പറഞ്ഞപ്പോ അച്ചു വല്ലതും മിണ്ടിയോ? കാരണം എന്താ? നമ്മുടെ പ്രശ്നം നമുക്ക് മാത്രമേ അറിയാവൂ. നമ്മുടെ പ്രശ്നങ്ങൾ എന്നും നമുക്ക് തന്നെയാണ് വലിയ പ്രശ്നങ്ങൾ. അത് കേൾക്കുന്നത്, ഐ മീൻ അത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് അവർക്ക് അതൊക്കെ ഒന്നുമല്ല. അതായത് അവരെന്നും ഒരു കേൾവിക്കാർ മാത്രമായിരിക്കും. നമുക്ക് അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ. അതുകൊണ്ട് എൻ്റെ പൊന്നുമോൻ ഇതിനെ അങ്ങ് സില്ലിയായിട്ട് വിട്ടേക്കും. വരുന്നിടത്ത് വെച്ച് വരുന്നത് പോലെ കാണാം. എന്തായാലും നീ അന്ന് അത്രയും പറയണ്ടായിരുന്നു, അത് കൂടിപ്പോയി. എന്നിട്ട് നീ അത് അച്ഛനോട് പറഞ്ഞോ? അതുമില്ല. അവനോട് പറഞ്ഞു നീ ഒന്നും പറഞ്ഞില്ല, നീ മിണ്ടാണ്ട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. എങ്ങാനും ഇതൊന്നും, ഐ മീൻ നിന്റെ അച്ഛനെ കൊന്നത് ആദം അല്ലെങ്കിൽ അറിയാലോ നിനക്ക്. അച്ചു വന്ന് നിന്നോട് പറയും ആദമിനോട് പോയി മിണ്ടാൻ. അപ്പൊ നീ എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ? മിണ്ടാൻ നോക്കും. മനസ്സിലാക്കിയ ലൈഫ് ലോങ് കൂടെ കാണും. മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ വിധിയല്ലേടി, വിധിക്ക് വിട്ടുകൊടുക്കും. എന്താന്ന് വെച്ചാൽ നടക്കട്ടെ. പക്ഷെ എനിക്ക് അവന് ഒരുപാട് ഇഷ്ടമാണ്. അവൻ അവരെ അടുത്ത് നിന്ന് സംസാരിച്ച പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നെ കൊണ്ടത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയില്ല. എന്താ ഇഷ്യൂ? ഞാൻ ഇങ്ങനെ ആയിപ്പോയ ഒരു സെൽഫിഷ്. അച്ഛനും വലുതാ, അതും വലുതാ. എനിക്ക് അറിഞ്ഞൂടാ. ഇനി നീ ഇതോർത്ത് കരയണ്ട. ഇതിന് നമ്മൾ ഓൾറെഡി ഒരു തീരുമാനം എടുത്തതാ. അത് നീ ഓൾറെഡി സാറിനോട് പറയുകയും ചെയ്തു. നിനക്ക് സാറിനെയും സാറിന് നിന്നെ അർഹിക്കുന്നില്ല എന്നങ്ങ് വിചാരിച്ചാൽ മതി. അത് വിട്ടേക്കടാ.
സാറിന് സാറിന്റെ പാട്ടിന് വിട്ടേക്ക്. നീ ഇനി സാറിനെ ഓർത്ത് വെറുതെ കരയാൻ നിൽക്കണ്ട. വാ, നമുക്ക് ക്ലാസ്സിൽ കയറാം. അല്ല ഇഷു, നമുക്കൊന്ന് ക്യാൻറ്റീനിൽ പോയി നോക്കിയിട്ട് പോയാലോ? എൻ്റെ ഒരു സമാധാനത്തിന് വിട്ടുകൊടുക്കാൻ തോന്നുന്നില്ലാടി. ഓ, ഇനി ഇതിന്റെ പേരിൽ മോങ്ങാൻ നിൽക്കണ്ട. വാ, പോയി നോക്കാം. അവിടെ നിന്നാണ് കരയുമെങ്കിൽ ഉണ്ടല്ലോ, അപ്പൊ അറിയും നീ എന്റെ സ്വഭാവം എന്താണ്. വാ. ഫിദ, കോഫി കുടിക്കും. ഫിദ ഇതുവരെ വന്ന കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. എന്തിനാ വന്നേ? ആവശ്യമില്ലാത്ത കുറേ കാര്യം സംസാരിച്ചു. തനെന്തിനാ ഇപ്പം എന്നെ കാണാൻ വന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ല. സോറി ആദം, ആക്ച്വലി ഞാനത് വിട്ടുപോയതാ. സീരിയസ്ലി ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യത്തിന് വേണ്ടിയാണ് വന്നത്. അതും എൻ്റെ ചാനലിൽ, അതിനറിയാലോ, ചാനലിൽ പ്രൊഫസേഴ്സിൻ്റെ മാത്രമായിട്ടൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ്, പിന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് ഉപദേശങ്ങൾ, അമ്മാതിരി ഒരു പ്രോഗ്രാം. ഓൾമോസ്റ്റ് 10 പ്രൊഫസേഴ്സ് ആയി. പക്ഷെ എന്നാലും എൻ്റെ ഒരു കൺസിഡറേഷൻ വെച്ചിട്ട് ആദ്യം കൂടെ ആ പ്രോഗ്രാമിന് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇഫ് യു ഡോണ്ട് മൈൻഡ് അതിന് വരാൻ പറ്റുമോ? ആക്ച്വലി അത് ഫ്രീ ആണെങ്കിൽ മാത്രം വന്നാൽ മതി. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. അതിനുവേണ്ടി ഞാൻ ആദമിനെ കാണാൻ വന്നത്. ആദം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമാവും. അപ്പം ആദം എന്ത് പറയുന്നു? തനിക്ക് വരാൻ പറ്റുമോ ഇല്ലേ? അത് പറഞ്ഞാൽ മതി. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടോ, ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല. ഓ, ദാറ്റ്സ് ഗുഡ്. പ്രൊഫസേഴ്സിനും ലൈഫ് ഉണ്ടെന്നൊക്കെ ചാനലുകാരൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോ? നല്ല തീമാണോ? ബട്ട് ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ ഫിദ. താനിപ്പോൾ എന്നെ വിളിച്ചും പോയി, ഇനി എങ്ങനെ വരാൻ പറ്റില്ല എന്ന് പറയാം. വേറൊന്നുമില്ലടോ, ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം വരിക. അതുകൊണ്ട് തന്നെ അറിയാലോ, പ്രിപ്പറേഷൻസ് എല്ലാം ഒരുപാടുണ്ട്. സ്പെഷ്യൽ ക്ലാസ്സസ്, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ ഐ എം സോ സാഡ്. താൻ ഇത്രയിടം വന്ന് എന്നെ വിളിച്ചിട്ട് ഐ കാൺട്ട് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നോക്കാം, ഉറപ്പായിട്ടും. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. എന്തായാലും തൻ്റെ ഈ ക്ഷണം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. വരാൻ പറ്റുവാണെങ്കിൽ താൻ പറഞ്ഞ ദിവസം ഞാൻ അവിടെ കാണും. ഇല്ലെങ്കിൽ ഐ എം റിയലി സോറി, ഒന്നും വിചാരിക്കരുത്. ഓഹ്, താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഐ എം സോ ഹാപ്പി, യു നോ. ഇങ്ങനൊരു റിപ്ലൈ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. നീ വരാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്, അതും പറയുമെന്ന്. ബട്ട് ആക്ച്വലി നൗ ഐ ആം സോ ഹാപ്പി. നോക്കാമെന്നെങ്കിലും പറഞ്ഞല്ലോ. അതും വരണമെന്നാണ് എൻ്റെ, ഐ മീൻ ഞാൻ പറയുന്നത്. കാരണം എനിക്കെന്തോ കുറച്ചു നേരം അതിൻ്റെ കൂടെ സ്പെൻഡും കൂടെ ചെയ്യാമല്ലോ, ടൈം. എനിവേ, ഹൗ ഈസ് യുവർ ഫാമിലി ലൈഫ്? ഐ മീൻ മാരീഡ് ലൈഫ് എങ്ങനെയുണ്ട് കാശിനാഥ്? അതൊക്കെ കണക്കാക്കിയതാ. ലൈഫ് ലോങ് കൂടെ വേണമെന്ന് ആരെയും നമ്മൾ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ, അവരും കൂടി ആഗ്രഹിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു വയ്ക്കാനോ പിടിവാശി പിടിക്കാനോ പറ്റില്ലല്ലോ. അതുപോലെയൊക്കെ എൻ്റെ ലൈഫ് ഏകദേശം. എല്ലാം ശരിയാവും. എല്ലാം ശരിയാവാനുള്ള എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പോട്ടെ. ആസി ഇപ്പം എങ്ങനെയുണ്ട്? ആസിമ് ഇഷ്യൂന്നുമില്ലല്ലോ പഴയതുപോലെ? പഴയതുപോലെ എന്ന് പറയുമ്പോ എന്താ ആരും ഉദ്ദേശിച്ചത്? ഇന്ദ്ര പോയതിനു ശേഷമാണോ? ആസിയായിട്ട് തന്നെയല്ലേ ബ്രേക്കപ്പ് ചെയ്തത്? നോ, ഹീസ് ഓക്കെ. പക്ഷേ സത്യം എന്താന്ന് എനിക്കറിയാലോ. ലീവ് ഇറ്റ്. ഹീസ് ഓക്കെ. ഓഫീസ് കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പോകുന്നു. എന്താ അത് മാരീഡ് ലൈഫിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്? എന്താ താനും കാശിയും തമ്മിൽ നല്ല യോഗ്യത്തിലല്ലേ? നത്തിങ്. ഞാൻ കോമൺ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ, അല്ലാണ്ട് ഇഷ്യൂ ഒന്നുമില്ലല്ലോ. എനിവേ, ശരി എന്നാ, ബ്രേക്ക് ടൈം കഴിഞ്ഞു. എന്നാൽ ഞാൻ ക്ലാസ്സിൽ പോട്ടെ. എനിക്ക് ഇപ്പോൾ ഒരു പീരീഡ് ഉണ്ട്, ഫസ്റ്റ് ഇയറിന്. ശരി എന്നാ. ഫിദ, ചോദിക്കാൻ പറഞ്ഞു, ഹൗ ഈസ് യുവർ ഡാഡ് ഇബ്രാഹിം, നിന്റെ വാപ്പച്ചി? എങ്ങനെ, ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നോ? ഡാഡിന് എന്താ കുഴപ്പം? വാപ്പച്ചി ഓക്കെയാ, ഫുൾ ഹെൽത്തി മൂഡ്, ഒരു പ്രശ്നമില്ല. ഗുഡ്, അങ്ങനെ തന്നെ ഇരിക്കാൻ പറ. സക്രിയ ജോണിൻ്റെ മകൻ ആദ്യം സക്രിയ ജോൺ തിരക്കിന്ന് പറഞ്ഞേക്ക്. എൻ്റെ അപ്പനെ മറക്കാൻ സാധ്യതയില്ല നിന്റെ വാപ്പച്ചി. ശരിന്നാ. പറയാം.
ബൈ. ഓ, അപ്പോ കാശി ആദമും തമ്മില് ഇതുവരെ നല്ല യോഗ്യത്തിലല്ല. അത് ആദമിന്റെ ടോക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ ഇടയിൽ കയറാൻ എനിക്ക് നല്ല ചാൻസ് ഉണ്ടെന്ന് അർത്ഥം. താങ്ക് ഗോഡ് ഫോർ ദിസ് ചാൻസ്. നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ നിൽക്കുന്നേ? എന്താ ഈ ടൈമിൽ നിങ്ങൾക്ക് ക്ലാസ് ഇല്ലേ? അതുകൊണ്ട് സാർ, ഇവന് രാവിലെ തൊട്ട് വയ്യായിരുന്നു, ചെറിയ തലയിറക്കവും ചുമയും. അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് വന്നതാ. ഇവ രാവിലെ ഫുഡൊന്നും കഴിക്കാണ്ടാ വന്നേ. അപ്പോഴാ സാർ ഇങ്ങോട്ട് വന്നത്, ഞങ്ങൾ കണ്ടത്, സംസാരിച്ച് എല്ലാം സംഭവിച്ചത് പെട്ടെന്നായിരുന്നു. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്നാൽ പോരെ ഐശ്വര്യ തൻ്റെ ഫ്രണ്ടിന്. എന്തിനാ കോളേജിലോട്ടൊക്കെ വരുന്ന ഇത്ര റിസ്ക് എടുത്ത്? എന്താ പഠിക്കാൻ അത്രയ്ക്ക് ആത്മാർത്ഥത മൂണ്ട് കിടക്കണം? എനിവേ, എന്താ കഴിക്കാന്നുള്ളതെന്ന് വെച്ചാൽ വാങ്ങിച്ച് കഴിച്ചിട്ട് ക്ലാസ്സിൽ കയറാൻ നോക്കാം. ഓക്കെ സാർ, ഞങ്ങൾ കഴിക്കാം. വാടാ. ഐഷു, എനിക്കൊന്നും വേണ്ട, നീ വാ, നമുക്ക് ക്ലാസ്സിൽ പോവാം. എനിക്കെന്തോ ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല. വാ. ഇവൻ എന്നെ കൊലക്ക് കൊടുക്കും. സാർ, അവന് ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ലാന്ന്. എന്നാ ഞങ്ങള് ക്ലാസ്സിൽ പോവാ. വാ. ഓ, അതും അപ്പൊ ഇതല്ലേ കാശിനാഥ്, എന്റെ ഹസ്ബൻഡ്. എന്താ എന്താ പറ്റിയ? അയാളുടെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു. നത്തിങ്, ചെറിയൊരു ഹെഡേക്ക്. ശരി ഫിദ, എന്നാ ഞാൻ പോവാം. ഓക്കെ, ബൈ. അപ്പൊ കുറച്ചൊന്നല്ല, ഒട്ടും യോഗ്യത്തിലല്ല. താങ്ക് ഗോഡ്. നല്ല ചാൻസ് ഉണ്ട്. ചെറിയ ചാൻസ് അല്ല, നല്ല ചാൻസ് ഉണ്ട്. ഇനി ഫിദയുടെ ഗെയിമാ, ഫിദയുടെ മാത്രം. എടി ജനി ചേച്ചി, നിന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കണം? നിന്നെ അവിടെ ജോണച്ചൻ വിളിക്കുന്നുണ്ട്, വന്നേ. എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നോളൂ. ഓ, എന്നെ പിടിച്ച് ഉമ്മ വയ്ക്കാനെന്നല്ലേ നിന്റെ ജോണച്ചൻ വിളിക്കുന്നത്? ചീത്ത പറയാനല്ലേ? വരുവാ. ചീത്ത പറയാനൊന്നുമല്ല, വേറെന്താ കാര്യം പറയാനാ. എന്നോട് നിന്നോട് അവിടെ ചെല്ലാൻ പറഞ്ഞു. വാ, അവിടെ ക്ലാരാമ്മച്ചിയൊക്കെ ഉണ്ട്, വന്നേ. നീ ജോണിച്ചാ, ജനി ചേച്ചി വന്ന് പറ, എന്താ കാര്യം? വന്നോ? അമ്മച്ചി, എന്നാ ഞാൻ പറയാം. കാര്യം സിമ്പിളാ. അങ്കിത് വിളിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ജെനിയെ പറഞ്ഞു വിടാൻ പറഞ്ഞു. ജെനിയുടെ പപ്പ എന്തോ ജെനിയെ കാണാനില്ലെന്നും പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തെന്നോ, ആരുടെ കൂടെ ഇറങ്ങിപ്പോയെന്നോ, അങ്ങനെ എന്തൊക്കെയാ പറയുന്നതെന്ന് പറഞ്ഞു. ജെനിയെ പറഞ്ഞു വിടാനോ പറഞ്ഞേക്കുന്നേ. എന്നാ ജെനി ഇന്നങ്ങ് പൊക്കോ, വല്ല ഫ്രണ്ടിന്റെ വീട്ടിലോ മറ്റോ ആയിരുന്നെന്ന് പറഞ്ഞിരുന്നാ മതി. വെറുതെ എന്തിനാ കിച്ചു എവളെ ഇവിടെ പിടിച്ച് നിർത്തുന്നേ? ഇപ്പൊ നമുക്ക് എവളെ വിശ്വാസമല്ലേ? എവളെന്തായാലും ആരുടെയും പോകത്തില്ല. നിന്റെ ഇന്ദ്രയുടെ കൂടെ അവളെ ഇനി പോകത്തില്ല എന്നുള്ള കാര്യം തന്നെ എന്നെക്കാൾ നന്നായിട്ട് നിനക്ക് ഉറപ്പായി. പിന്നെ ഇനി എന്തിനാ അവളെ പിടിച്ച് നിർത്തുന്നേ? കേസ് കൊടുത്തതുകൊണ്ട് പേടിച്ചിട്ടല്ല ജെനിയെ പറഞ്ഞു വിടാൻ പറഞ്ഞത്. അതായത് എവളെ ഇന്ദ്രയായിട്ട് റിലേഷനിലെന്നാണ് അയാൾ അവിടെ പറഞ്ഞേക്കുന്നത്. എന്തെങ്കിലും ഇഷ്യൂ ആയി കഴിഞ്ഞാൽ അത് ഇന്ദ്രയുടെ തലയിൽ വരത്തുള്ളൂ. അതുകൊണ്ടാണ് അച്ഛൻ വിളിച്ചിട്ട് പറയാൻ പറഞ്ഞത് എവളെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാനായിട്ട്. കിച്ചു എന്ത് പറയുന്നു? ഇവള് പോട്ടല്ലേ? ഇന്ദ്രയുടെ പേര് കേസാവുമെങ്കിൽ ജനി ചേച്ചി പൊക്കോ. പക്ഷെ ജനി ചേച്ചിയുടെ പപ്പയുടെ അടുത്ത് ജനി ചേച്ചി ഹാപ്പി അല്ലെങ്കിൽ അപ്പം ജോണച്ചനെ വിളിക്കണം. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഇന്ദ്രയല്ല കൊണ്ടുപോയേ, കിച്ചു പറഞ്ഞിട്ടാ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണം കേട്ടോ. ഞാനല്ലേ ഇങ്ങോട്ട്? എടാ, ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൂമെന്റ് എപ്പോഴാണെന്നറിയോ? നിന്റെ കൂടെ ഈ വീട്ടിൽ ഒരു ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് പിറകെ നടക്കുന്ന നിന്റെ അത്രയും സ്നേഹം കിട്ടിയ ആ ടൈമാണ്. ഇനി ഞാൻ വീട്ടിൽ ചെന്നാൽ പഴയതല്ല, അതിനേക്കാൾ അപ്പുറത്തെ ലൈഫാണ് ഞാൻ അനുഭവിക്കാൻ പോകുന്നത്. മേ ബി എന്നെ പിടിച്ച് ഏതെങ്കിലും പണച്ചാക്കിൻ്റെ കൂടെ കെട്ടിക്കുമായിരിക്കാം. എന്നാലും കുഴപ്പമില്ല, ഐ എം സോ ഹാപ്പി. ചെയ്ത തെറ്റിനൊക്കെ ഒരു പ്രായശ്ചിത്താവുമല്ലോ അത്. എന്നെ കൊണ്ടാക്കോ? അതായത് എൻ്റെ ക്യാഷൊന്നുമില്ല, ഞാൻ എങ്ങനെയാ പോണ്ടേന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല. അത് കാര്യമാക്കണ്ട ജെനി. ഞാൻ ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ട്, തന്നെ വീട്ടിൽ കൊണ്ടാക്കും. താൻ പറഞ്ഞാൽ മതി, ഫ്രണ്ടിൻ്റെ ആരെങ്കിലും വീട്ടിലായിരുന്നു, കുറച്ച് മാറി നിന്നേന്ന് പറഞ്ഞാൽ മതി. പിന്നെ കിച്ചു പറഞ്ഞ പോലെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വിളിക്ക്, ഞങ്ങളൊക്കെ ഇല്ലേടോ. താൻ പഴയതുപോലെ ആവില്ല എങ്കിൽ തൻ്റെ കൂടെ എല്ലാവരും കാണും സ്നേഹിക്കാനായിട്ട്. ഇല്ലെങ്കിൽ പഴയതിലും പരിതാപകരമായിരിക്കും തൻ്റെ അവസ്ഥ, അത് മറക്കണ്ട. സൂപ്പർ ഷുവർ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം. അങ്ങനെ ഒരു ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു ആവശ്യം വരാനായിട്ടൊരു ഇട ഞാൻ ഉണ്ടാക്കത്തുമില്ല.
കിച്ചു, ഐ റിയലി മിസ് യുടാ. നീയാ ലൈഫിൽ സ്നേഹം എന്താണെന്ന് എന്നെ പഠിപ്പിച്ചത്, സ്നേഹത്തിൻ്റെ വാല്യൂ എന്താണെന്ന് പഠിപ്പിച്ചത്. ഒരാളുടെ പ്യൂറായിട്ടുള്ള ലവിന് വേണ്ടി എന്ത് സഹിക്കണമെന്ന് നീയാ എന്നെ പഠിപ്പിച്ചത്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. നിന്നെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട്. ബട്ട് അങ്ങനെ ഒരാളിൽ നിന്നാ യഥാർത്ഥ മനുഷ്യൻ എന്താണെന്ന് ഞാൻ പഠിച്ചത്. നിനക്ക് ഉറപ്പായിട്ടും നിന്നെ തിരിച്ച് ഒരുപാട് ഒരുപാട് ഒരുപാടെന്ന് പറഞ്ഞാൽ ഈ ലോകത്തേക്കാൾ ഒരുപാട്, ഈ ലോകത്ത് ആരെക്കാളും സ്നേഹിക്കുന്ന ഒരു ഇന്ദ്രിയം നിനക്ക് കിട്ടും, അത് ഉറപ്പാ. അവന് ഒരുപാട് നാളൊന്നും നിന്റെ സ്നേഹം കണ്ടില്ല എന്ന് നടിക്കാനും പറ്റില്ല. ക്ലാരാമച്ചിക്ക് ഒരു കാര്യം അറിയോ? എനിക്ക് അമ്മച്ചി എന്ന് പറയുന്നൊരു പർട്ടിക്കുലർ പേഴ്സൻ്റെ സ്നേഹം അനുഭവിക്കാനുള്ളൊരു യോഗം ഉണ്ടായിട്ടില്ല. മേ ബി അപ്പച്ചൻ മാത്രം വളർത്തിയത് കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെയൊക്കെ ആയത്, അങ്ങനെയും പറയാം. അപ്പനെന്നും പണത്തിൻ്റെ പിറകെയും ആവശ്യമുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിൽ വെച്ച് തരും. എന്നെ ശ്രദ്ധിക്കാൻ നേരമില്ലായിരുന്നു. പക്ഷേ അമ്മച്ചിയുടെ അടുത്ത് നിന്നാണ് ഞാൻ അത് പഠിച്ചത്. എൻ്റെ അടുത്ത് നിന്ന് ഒരു അനിയൻ്റെ സ്നേഹം. ഞാൻ ഒറ്റ മോളാ, അതുകൊണ്ട് തന്നെ കൂടപ്പിറപ്പോ അമ്മച്ചിയോ അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ ജോണച്ചായൻ, എൻ്റെ ഇച്ചായന, എൻ്റെ ചേട്ടൻ കുറേ തെറി പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒരുപാട് വഴക്കം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്നെ അടിച്ചാലും നിങ്ങൾ അടിച്ച ഞാൻ നിന്ന് കൊള്ളും ജോണച്ചായ. കാരണം എവൻ എങ്ങനെയാണോ നിങ്ങൾ അതുപോലെ എനിക്ക് ജോണച്ചായൻ. അതുകൊണ്ട് എൻ്റെ ലൈഫിൽ എന്താവശ്യം വന്നാലും ആദ്യം ജോണച്ചായനെയും എൻ്റെ അനിയൻ കിച്ചുവിനെയും എൻ്റെ അമ്മച്ചി ക്ലാരാമ്മയും തന്നെ ഞാൻ വിളിക്കും. അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. അത് കഴിഞ്ഞേ ഞാൻ ആരെയും വിളിക്കത്തുള്ളൂ. ഇറ്റ്സ് മൈ പ്രോമിസ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ, പ്രോമിസ് ഒന്നും ഇട്ടിട്ട് പോകണമെന്ന് മറക്കണ്ടേ. ഇപ്പോഴേ പറഞ്ഞേക്കാം, എന്നെ തന്നെ വിളിക്കണേ, ജോണച്ചായനെയൊന്നും വിളിക്കണ്ട. ഞാനുണ്ട് ജെനി ചേച്ചിയുടെ കൂടെ, ലൈഫ് ലോങ് ഞാൻ കാണും. ഇതെൻ്റെ പ്രോമിസാണ്. ടാറ്റാ, ടേക്ക് കെയർ. ജോണിച്ചാൻ ജെനി ചേച്ചി ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ജെനി ചേച്ചി പാവമായിരുന്നു. പക്ഷേ ഓ, ഇപ്പൊ അങ്ങനെയായോ? കേട്ടാ അമ്മച്ചി, എടാ ഞാൻ വഴക്ക് പറയുന്ന സമയത്തിനെ അവൾ അത്ര പാവം അല്ലായിരുന്നു, അത് നീ മറക്കണ്ട. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾ നന്നാവാൻ വേണ്ടിയിട്ടും അവളുടെ ലൈഫിൽ നല്ലതൊക്കെ സംഭവിക്കാൻ വേണ്ടിയിട്ടും അതൊക്കെ ഇപ്പൊ സംഭവിച്ചല്ലോ. ഇനി നിങ്ങൾ രണ്ടുപേരും കൂടെ കടന്ന് അടികൂടണ്ട. അമ്മച്ചി ഒരു കാര്യം പറയട്ടെ, നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് അത് തിരിച്ചറിഞ്ഞു പോയി മാപ്പ് പറയുന്നേക്കാൾ വലിയ നല്ല കാര്യം ഈ ലോകത്ത് വേറൊന്നുമില്ല. പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളത് ക്ഷമിക്കുന്നതും അക്സെപ്റ്റ് ചെയ്യുന്നതൊക്കെ അവരുടെ ഇഷ്ടമാണ്. നമ്മൾ പറഞ്ഞതും ചെയ്തതൊക്കെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ നമ്മൾ? അവിടെ ദൈവം നമ്മളോട് ക്ഷമിക്കും. പിന്നെ മനുഷ്യൻ ക്ഷമിക്കുന്നത് ക്ഷമിക്കാത്തതൊക്കെ അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ഓരോരുത്തരുടെ സ്വഭാവമാണ്. അത് അവരുടെ ഇഷ്ടമല്ലേ. ഏതായാലും അവളിപ്പോൾ നന്നായി. അവൾ ചെയ്ത തെറ്റുകളോർത്ത് അവൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് തമ്പുരാൻ എന്നും അവൾക്ക് നല്ലത് മാത്രമേ കൊടുക്കത്തുള്ളൂ, നല്ലത് മാത്രം. ഇനി അവൾക്ക് വേറൊരു ലൈഫ് കിട്ടിയാലും അതെല്ലാം നല്ല ജീവിതമായിരിക്കും. കാരണം ഇന്ന് അവളുടെ മനസ്സിൽ കുശുമ്പോ കുഞ്ഞായ്മയോ ദുഷ്ടത്തരോ ഒന്നുമില്ല. നല്ലത് മാത്രമേ ഉള്ളൂ, നല്ലത് മാത്രം. അത് സീനില്ല. ഞാൻ പറഞ്ഞില്ലേ അന്ന് തന്നെ, സ്റ്റോക്ക് ഇറക്കുന്ന കുറച്ച് നാളത്തേക്ക് നിർത്തി വെച്ചേക്കാലോ ചായ. ഇനി അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഇവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന SI നമ്മുടെ പരിചയത്തിലുള്ളതാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലെന്നാണ് എൻ്റെ ഒരു ഊഹം. നമുക്ക് സാധാരണ എപ്പോഴും പോകുന്ന പോലെ റോഡ് മാർഗം തന്നെ ചെയ്യാം. അല്ലാണ്ട് ഇനി ബോട്ട് തിരഞ്ഞെടുത്ത റിസ്കി പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. തിങ്കളാഴ്ച എന്തോ ഒരു മീറ്റിംഗ് ഇല്ലേ, അതിനിപ്പോൾ എനിക്കാണെങ്കിൽ വരാനും പറ്റത്തില്ല. എപ്പോഴത്തെയും പ്രോസസ്സ് തന്നെ ചെയ്യാമെന്നാണ് ഞാൻ തീരുമാനിക്കുന്നത് ഓൺലൈൻ. പക്ഷെ വീട്ടിലായതുകൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് ഈ ഡ്രാമ ഒന്ന് മതിയാക്കണം. എനിക്കൊന്നും മനസ്സിലാവാത്ത ഒന്നും അല്ലടാ വിഷ്ണു. ഒരു ക്ലൂ ആ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടുന്നില്ല. ഞാനവിടെ ചെന്നത് എന്തിനാ, ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? തകർത്ത് അവനായിട്ട് അഭിനയിക്കാനല്ലാണ്ട് അവിടെ നിന്നൊരു ക്ലൂ പോയിട്ടൊരു ഒരു ഒരു മനുഷ്യനൊരു ക്ലൂ തരുന്നില്ലല്ലോ. അർജുൻ, ആൽവിൻ എല്ലാവരും ആ വീട്ടിലെ നാശത്തിന് വേണ്ടിയാണ് കാതോർത്തിരിക്കുന്നത്. യുനോ,
അവരൊക്കെ ദുഷ്ടന്മാരാ. എന്നുവെച്ചാൽ ആ വീട്ടിലെ ഓരോരുത്തരെയും നാശം കാണാൻ അവർ ഇങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ വീട്ടിലെ ഒറ്റ മനുഷ്യർക്ക് അത് അറിയത്തുമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങൾക്കൊരു സ്നേഹമില്ല. എന്നെയും കിച്ചുനെയും കാശിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ അങ്ങ് മേളിലാ സഹോദര സ്നേഹത്തിൻ്റെ കാര്യത്തിലൊക്കെ. അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാർത്ഥരാ. ആർക്കും അവരവരുടെ സഹോദരങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ അറിയില്ല, സീക്രറ്റ്സ് അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഷെയർ ചെയ്യത്തില്ല. എന്തൊരു ലൈഫ് അവരൊക്കെ ജീവിച്ച് തീർത്തേന്നറിയോ. ഒരുമാതിരി എല്ലാം ഒരു മിസ്റ്റീരിയസ്. ആ വീട് മുഴുവൻ തന്ത തൊട്ട് ആ കിളവൻ വരെ. തലപ്രാന്തെടുക്കും ചില സമയം. ഒളിഞ്ഞു കേട്ട് ആ അഖിലിൻ്റെ വിചാരം ഞാൻ എന്തോ കുളിസിയും കാണാൻ പോയിരിക്കുന്നെന്നാ. എനിക്ക് അറിഞ്ഞൂട്ടറ വിഷ്ണു, എന്നാണ് എൻ്റെ കയ്യിൽ നിന്ന് പിടി പോകുന്നത് അന്ന് ഞാൻ എല്ലാം വെച്ച് മതിയായിരിക്കും. ഞാൻ ആരാന്നും പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി വരും. എന്നിട്ട് ചെറുക്കനെ കൊണ്ടങ്ങ് ആക്കി കൊടുക്കും. ഏതല്ല ഇന്ദ്ര കുറച്ചെന്നല്ല, അവൻ നല്ലപോലെ മാറിയിട്ടുണ്ട്. എൻ്റെ പിറകെ ഡെയിലി നടക്കും കാലും പിടിച്ചുകൊണ്ട്, എന്നോട് ക്ഷമി എന്നും പറഞ്ഞുകൊണ്ട്. എനിക്കാണെങ്കിൽ എങ്ങാനും ക്ഷമിച്ച് കഴിഞ്ഞാൽ അവൻ്റെ കൂടെ റൂം ഷെയർ ചെയ്യണം, അവൻ്റെ കൂടെ പോകണം, അവൻ്റെ കൂടെ പോയി ഇരിക്കണം, കിടക്കണം, പഴയതുപോലെ കിച്ചു മിണ്ടും പോലെ മിണ്ടേണ്ടി വരും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവൻ കറക്റ്റ് തന്നെ കണ്ടുപിടിക്കും ഞാൻ കിച്ചു അല്ല അച്ചു ആണെന്ന്. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അച്ഛനെ കൊന്ന ആരാന്ന് ഒരു ക്ലൂ എവിടെന്ന്. ഒരു ഋഷിനെ ഞാൻ പറഞ്ഞു വിട്ടിട്ട് അവ എവിടെ ആലോചിച്ചായ ഋഷി? എന്റെ പൊന്നാങ്കി നീ ഒന്ന് അടങ്ങ്, സമാധാനപ്പെടുക, എല്ലാം ശരിയാവൂടാ. എടാ ഋഷി, ആ ആദമിന്റെ നീ എന്തോ തിരക്ക് അവനോട് പറഞ്ഞായിരുന്നോ? അതിന്റെ എന്തോ ഡീറ്റെയിൽസ് എന്തോ ട്രാവൽസിൽ നിന്ന് എന്തോ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങാൻ പോയിരിക്കുക. അവ ഇപ്പൊ വരും. കുറച്ചു പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഓൺ ദ വേ എന്നാ പറഞ്ഞത്. എന്താ അത്യാവശ്യമായിട്ട് പറയാണ്ട് AK സാർ വന്നാ പറഞ്ഞു വിടരുതെന്ന് പറഞ്ഞു. നീ വന്നോ? അതാ ഞാൻ നിന്നോട് പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് പോവാന്ന്. 5:30 ആയല്ലോടാ, ഇനിയിപ്പോ എന്താ താമസിച്ചു പോയാൽ മതി, സീനില്ലല്ലോ ഒന്ന്. എടാ കോപ്പ, അത് നിനക്ക്. എടാ വീട്ടിൽ ഓരോന്നും ഞാൻ മറ്റേ ഊളനെ പോലെ കണ്ണാടി വെച്ചോണ്ടിരിക്കുക. ആ അഖിൽ പ്രത്യേകിച്ച് ഞാൻ ആരാന്ന് കണ്ടുപിടിക്കാനായിട്ട് 24 മണിക്കൂർ അവൻ്റെ പിറകെ. അവന് നല്ല ഡൗട്ടുണ്ട്. അതിൻ്റെ ഇടയില സീനില്ലല്ലോ. 5 മണിയാകുമ്പോൾ കിച്ചു വീട്ടിൽ കയറും കോളേജ് കഴിഞ്ഞിട്ട്. കാശി ചെന്നതിന് ശേഷമാണ് ഞാൻ ചെല്ലുന്നതെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ പറയണ്ട. അത് പറഞ്ഞായിരിക്കും എല്ലാത്തിനും ചോദ്യം ചെയ്യേക്കാം. അതുകൊണ്ട് എനിക്ക് അധികം ലേറ്റ് ആവാൻ പറ്റത്തില്ല. അവത്തി വന്നിരുന്നെങ്കിൽ എനിക്ക് പോവായിരുന്നു. എടാ അത് പറഞ്ഞപ്പോഴേ ഓർത്തെ, നീ ഇതെന്ത് ഭാവിച്ചാ? നീ എന്താ കിച്ചുവിന് പകരം ഡിഗ്രി ഒന്നുകൂടെ പോയി പഠിക്കാൻ പോവാണോ? എടാ നമ്മള് ഹോസ്പിറ്റലിൽ പ്രാക്ടീസിന് കയറേണ്ട ടൈമായി. നമുക്ക് അപ്പോയിന്റ്മെന്റ് വന്നതാ. നീ വരാത്തോണ്ടാ ഞാനും പോവാത്തത്. പിന്നെ അറിയാന്നുള്ള ആളുടെ ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വിളിച്ച് നമ്മളൊക്കെ ഒരു ലോങ് ലീവ് പറഞ്ഞേക്കാം. ഇനി അധികം വൈകിക്കാൻ പറ്റത്തില്ല. എന്താന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചോണം. എനിക്കറിയാം റിസ്കി പ്രോസസ്സ് തന്നെയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം. ഒറ്റ ഒരുത്തരും വിട്ട് സംസാരിക്കുന്നുമില്ല, ശരിയാ. പക്ഷെ എന്നാലും നമ്മുടെ കരിയർ കൂടി നമ്മൾ നോക്കണം. വെറുതെ അല്ലല്ലോ കുത്തിയിരുന്ന് 4-5 വർഷം ഡോക്ടർ എന്നും പറഞ്ഞ് പഠിച്ചത്. അത് വെറുതെ കളയാനും അല്ലല്ലോ. അപ്പൊ നീ മര്യാദക്കെല്ലാം തീർത്തിട്ട് പെട്ടെന്ന് വരാൻ നോക്ക്. മൈരെ പട്ടറെ മിണ്ടാതിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ വാക്യാത്ത പോലെ പഴവും ഞാൻ കുത്തിക്കയറ്റും. ഇതെന്നാമേ എൻ്റെ അടുത്ത് മിണ്ടായിരിക്കാൻ പറ. എൻ്റെ അവസ്ഥ എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ പൊന്നലച്ചിച്ചായി ആ വീട്ടിൽ ഒരു കോപ്പന്മാരും വാ തുറക്കത്തില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞല്ലോ, ആ അഖിലിന് തന്നെ ഒടുക്കത്തെ ഡൗട്ട്. ഇനി ആ ഇന്ദ്രയ്ക്കും കൂടെ ഡൗട്ടായി കഴിഞ്ഞാൽ ശുഭം. പിന്നെ പറയണ്ട, രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും. അവനാണെങ്കിൽ ഒലിപ്പിച്ചും കൊണ്ട് എപ്പോഴും എൻ്റെ പറയുകയാണ്. ഞാൻ ചെയ്തൊക്കെ തെറ്റാന്ന് എനിക്കറിയാം. ഇവനിത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാണോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട് ചില സമയം. ഒരുത്തനാണെങ്കിൽ 24 മണിക്കൂറും നിനക്കെന്താ ഒരു മാറ്റം, നീ സത്യം പറ, നീ കിച്ചു തന്നെയാണോ? അവനും അത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുക. 1 മാസം കൊണ്ട് ഞാൻ ആ കുടുംബം വെറുത്തു. എങ്ങനെ ചെറുക്ക അവിടെ അഡ്ജസ്റ്റ് ചെയ്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവ എൻ്റെ അനിയൻ തന്നെയാണോ എന്തോ. ഇങ്ങനെ അവിടെ ഉള്ളവരെ സഹിച്ചതിന് അവന് ഓസ്കാർ കൊടുക്കണം. സത്യം പറയാലോ. വിടറാ, കുറച്ചുകൂടി ഉള്ളൂ. നമ്മുടെ ആവശ്യമായിപ്പോയില്ലേ? നമ്മുടെ ആവശ്യത്തിന് നമ്മൾ എല്ലാ സ്ഥലത്തും താന്നു കൊടുക്കണമെന്നല്ലേ ഈ പറയുന്നേ? എല്ലാം തെളിയുന്നവരല്ലേ ഉള്ളൂ. അതുവരെ നമുക്ക് തന്നെ സഹിക്കാം. ഏത് ഹോസ്പിറ്റലിലാടാ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയത്? പറഞ്ഞാൽ മതി, ഞങ്ങൾ പോയി സംസാരിക്കാം. ലീവ് വീട്ടിൽ കിട്ടുന്ന കാര്യമൊക്കെ നമുക്ക് നോക്കാം. ഏതായാലും ഇതൊന്നും തെളിയട്ടെ, ആരാ ചെയ്തെന്നും എന്തൊക്കെയാന്നൊക്കെ. അല്ല, ആ ഇന്ദ്രയുടെ പാസ്റ്റിൽ എന്താ നടന്നെന്നുള്ള കാര്യത്തിന്റെ വല്ല ക്ലൂവും കിട്ടിയായിരുന്നു നിനക്ക്? എവിടെന്ന് എൻ്റെ പൊന്നലച്ചിച്ചായ അവനും ഒരു കണക്കാ. ഞാനാദ്യം വിചാരിച്ചത് ഇവൻ്റെ പാസ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ്റെ മരണമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടായിരിക്കും എന്നാണ്. പക്ഷെ അതല്ല, അതെനിക്ക് ഉറപ്പായി. ആ ടൈമിൽ അവൻ PG ലാസ്റ്റ് ഇയർ എന്തോ പഠിക്കുക. അതുകൊണ്ട് എവന് സംശയിക്കാനും പറ്റത്തില്ല. എവനും ആദമും ഒരുമിച്ചാണ് പഠിച്ചത്. അതും അന്ന് ഇവർ വേറെ എവിടെയായിരുന്നു, മുംബൈയിൽ.
ഇവിടെ വീട്ടിൽ നിന്നല്ല പോയി വന്നതെന്നും അവിടെ സ്റ്റേ ആയിട്ടാണ് പോയി പഠിക്കുകയൊക്കെ ചെയ്തേ. എനിക്കറിയത്തില്ല. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇന്നേക്ക് 3 വർഷം. ആദ്യം പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തിട്ട് 2 വർഷം. അതുപോലെ ഇന്ദ്ര കമ്പനി ഏറ്റിയെടുത്തിട്ടും 2 വർഷം. ഇതിൻ്റെ ഇടയ്ക്ക് അന്ന് എൻ്റെ അച്ഛൻ മരിച്ച ടൈമിന് ആദം എവിടെയായിരുന്നു എന്ന് മാത്രമാണ് അറിയാത്തത്. ആദമിൻ്റെ പേരിലുള്ള ഗണ്ണുകൊണ്ടാണ് അച്ഛന് വെടിയുണ്ടാക്കുന്നത്. അതറിഞ്ഞ ആദം നിരപരാധിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. എൻ്റെ മനസ്സ് പറയുന്നു ആദം ഇതിനൊന്നും ചെയ്തിട്ടില്ല എന്ന്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. കാരണം ആദ്യമൊക്കെ ഒരു 3 ആഴ്ച മുമ്പ് വരെ എനിക്ക് തോന്നിയത് ദാദമ്മ ചെയ്തതെന്നാണ്. പക്ഷെ ഇപ്പം എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഇന്ദ്ര, ആദം ഇവർ രണ്ടോടെ ഫ്രണ്ട് സർക്കിളിനകത്ത് എൻ്റെ അച്ഛനോടോ അല്ലെങ്കിൽ എന്നോടോ എൻ്റെ അമ്മയോടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയോടോ ഒരു വൈരാഗ്യം എന്ന് പറയുന്നൊരു സാധനം ഇവരുടെ ആ ഒരു സ്റ്റഡി ലൈഫിനകത്ത് വരാൻ സാധ്യതയില്ല. അതറിയണമെങ്കിൽ അവർ തന്നെ പറയണം. അവരോട് ചോദിക്കാനും പറ്റൂല. എന്തായാലും നോക്കട്ടെ. അവർക്കങ്ങനൊരു അതും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് എന്തിനാ ശിവസാറിനോട് ദേഷ്യം? അതാവാൻ വഴിയില്ലെങ്കിൽ ഇത് വേറെ ആരോ തന്നെ ചെയ്തതാ. എന്തായാലും നീ പറഞ്ഞ പോലെ ആദമല്ലാന്ന് തെളിയട്ടെ, എന്നിട്ട് നമുക്ക് കാര്യമായിട്ട് അന്വേഷിക്കാം. അതുവരെ ഇതിങ്ങനെയൊക്കെ തന്നെ പോട്ടെ. ഇന്നെന്തായാലും ഋഷി എന്തൊക്കെയോ കണ്ടുപിടിച്ചെന്നല്ലേ പറഞ്ഞത്. അവൻ വരട്ടെ, അവൻ വന്നിട്ട് നോക്കാം ബാക്കി. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇത് ഇന്ദ്രയാവാൻ വഴിയില്ല. അതുപോലെ ഇന്ദ്രയുടെ പാസ്റ്റ് അത് അവനായിട്ട് തന്നെ പറയണം, എന്നാലേ നമുക്ക് അറിയാൻ പറ്റൂ. അല്ലെങ്കിൽ നീ പറഞ്ഞ അറിവ് വെച്ച് അതറിയാന്നുള്ളത് അർജുൻ അതൊരു മക്ക ഫ്രോഡാന്നാ പറയുന്ന കേട്ടെ. അവൻ കാണുമ്പോൾ ഒരു മിണ്ടാപ്പൂച്ചയല്ലെന്നാ ഞാൻ അന്വേഷിച്ച പറഞ്ഞത്. പിന്നെ ആദം നോ വേ, അവ ഒരിക്കലും പറയാൻ പോകുന്നില്ല. ഒറ്റ സുഹൃത്തിനു വേണ്ടി ജീവൻ പോലും കൊടുക്കുന്ന സാധനമാണ് ആദം, അതുറപ്പാ. അതിനൊക്കെ അവനെ കണ്ണു അടച്ച് വിശ്വസിക്കാം. പക്ഷെ എന്നാലും ഇന്ദ്ര എന്തെങ്കിലും ആരോടും പറയണ്ട എന്ന് പറഞ്ഞ് അവനോട് സത്യം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോമിസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അവൻ പറയത്തില്ല. ഇല്ലെങ്കിൽ ഇന്ദ്ര ഇത്രയൊക്കെ തോന്നിയ ദിവസം കാണിച്ചു കൂട്ടിയപ്പോ ഇതൊക്കെ കൊണ്ടാണ് അവൻ ഇങ്ങനെ ആയെന്നുള്ള ഒരു റീസൺ പറഞ്ഞ് ഇന്ദ്രയെ രക്ഷിക്കാവാൻ ശ്രമിച്ചേനെ. പക്ഷെ ഇന്ദ്ര ആരോടും പറയണ്ട എന്ന് പറഞ്ഞ എന്തോ ഒരു എന്തെങ്കിലുമൊക്കെ അവരുടെ ഇടയിൽ കാണും. അതുകൊണ്ടായിരിക്കാം അവൻ അത് തുറന്ന് പറയാത്തത്. ആയിരിക്കാം, മേ ബി അങ്ങനെ ആവാം, നോക്കാം. ഏതായാലും ഈ ചേൻ പറഞ്ഞ പോലെ എനിക്ക് ഈ പറഞ്ഞ രണ്ടോമാരോട് ചോദിക്കാൻ പറ്റത്തില്ല. അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ട് അതും പ്രതീക്ഷിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. നോക്കാം. ഞാൻ ലേറ്റ് ആയില്ലേ? ആരും പോയില്ല, സമാധാനം. അയ്യോ, നീ എന്താടാ ഓടിയോ ഇങ്ങനെ കിടന്ന് കിതയ്ക്കാനായിട്ട്? എന്താ നീ വണ്ടിയിലല്ലേ വന്നേ, ഓടിയാണോ വന്നത്? അതന്നെ, ഇങ്ങനെ അടുത്ത് കിടക്കാതെ കാര്യം പറയടാ, എന്താ പ്രശ്നം? ഒന്ന് പോയടി, നിനക്ക് അങ്ങനെയൊക്കെ പറയാം. ഞാൻ അറിഞ്ഞ കാര്യം അത്ര ഇമ്പോർട്ടൻ്റാ. ഞാനെങ്ങാനും വരുമ്പോഴത്തേക്കും AK സാർ പോയാലെന്ന് വിചാരിച്ച് ഞാൻ ആ സ്റ്റെപ്പ് മുഴുവൻ ഓടിയ, ലിഫ്റ്റ് തുറന്നിട്ട് കയറുന്നുമില്ല. രമേ സാറേ, അയ്യോ, ആ ഇൻസിഡന്റ് നടക്കുന്ന സമയത്തിന് ആദ്യം ഇവിടെ ഇല്ലായിരുന്നു. ഈ രാജ്യത്തുനിന്ന് പോയിട്ട് ഈ പഞ്ചായത്തിൽ പോലും ഇല്ലായിരുന്നു. നീ എന്തൊക്കെയാ പറയുന്നേ? നേരെ ചൊവ്വേ പറയടാ, വല്ലതും പറയാനുണ്ടെങ്കിൽ. ഇവിടെ ഇല്ലായിരുന്നു എന്ന് വെച്ചാ? ഞാൻ പറഞ്ഞില്ലല്ലേ ചിജായ, അപ്പോഴേ എനിക്ക് തോന്നി. എന്താ നേരെ പറ നീ. ആ സംഭവം നടക്കുന്ന ടൈമിൽ, അതായത് മെയ് 20-നാണ് AKയുടെ അച്ഛൻ മരിക്കുന്നത്, ശിവാങ്ങൾ മരിക്കുന്നത്. ആ ടൈമിന് സത്യം പറഞ്ഞാൽ ആദം ഇവിടെ ഇല്ലായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിൽ പോയിട്ട് ഈ രാജ്യത്ത് പോലും ഇല്ലായിരുന്നു. അവൻ അവരുടെ കോളേജിൽ PG സ്റ്റുഡൻസിൽ നിന്ന് 2 പേര് മാത്രമായിട്ട് ഇന്റർനാഷണൽ ഒരു കോമ്പറ്റീഷന് സെലക്ട് ചെയ്തിട്ട് ആദമും അവരുടെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു പയ്യനും ഏതോ 2-3 പ്രൊഫസേഴ്സും കൂടെ UK ഒരു പ്രോഗ്രാമിന് സ്റ്റുഡൻസിന്റെ, അതായത് ഓരോ കോളേജിൽ നിന്ന് 2 സ്റ്റുഡൻസിന് മാത്രമേ ചാൻസ് ഉള്ളൂ. ആ ചാൻസ് കിട്ടിയതെന്ന് ആദമിനായിരുന്നു. അങ്ങനെ ആദമും വേറെ ഏതൊരു പയ്യൻ, എന്തായിരുന്നു അവന്റെ പേര്, ജോസഫോ അങ്ങനെന്തോ, ആ പയ്യനും കൂടെയാണ് പോയത്. ഞാൻ ഈ പറഞ്ഞ ജോസഫിനെ പോയി കണ്ടായിരുന്നു. പുള്ളിക്കാരിപ്പോ ഫാമിലി ബിസിനസ് ഒക്കെ ആയിട്ട് സെറ്റിൽഡ് ആണ്.
ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാനാണ് ഞാൻ ജോസഫിനെ പോയി കണ്ടത്. അപ്പോഴാണ് ജോസഫ് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അവന്റെ ഇൻസ്റ്റഗ്രാം തുറന്നാൽ തന്നെ നമുക്ക് ഇതിനുള്ള പ്രൂഫ് മുമ്പേ കിട്ടിയതിനൊക്കെ. കാരണം അന്ന് ഇവരോട് പോയപ്പോൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസ്, വലിയ വലിയ പ്രൊഫസേഴ്സിന്റെ കൂടെ എടുത്ത ഫോട്ടോസ് എല്ലാം ഇൻസ്റ്റയിൽ അവ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാനതെടുത്ത് നോക്കുകയും ചെയ്തു. നമുക്ക് ആദമിന്റെ കാര്യത്തിന് തെറ്റുപറ്റിയത്. പിന്നെ കുറച്ചുകൂടി ഒന്ന് ഉറപ്പിക്കാനായിട്ട് ഞാൻ അന്ന് ഇവർ പോയ ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് നോക്കി. ഓഫ് കോഴ്സ് അതൊക്കെ സത്യമാണ്. പിന്നെ അന്നത്തെ ആ കോമ്പറ്റീഷന് പങ്കെടുത്ത സ്റ്റുഡൻസിന്റെ പേര് അതില് നമ്മുടെ ഇവരിപ്പോ അതായത് അന്ന് ഇന്ദ്രിയും ആദമും പഠിച്ച കോളേജിൽ നിന്ന് പങ്കെടുത്തിരിക്കുന്നത് ആദമും ഈ പറഞ്ഞ ജെയിംസുമാണ്. പിന്നെ ജെയിംസ് പറഞ്ഞ അനുസരിച്ച് അന്ന് ഇന്ദ്രിയും ആദമും താമസിച്ചത് ഏതോ കസിൻ ബ്രദറിന്റെ വീട്ടിലാണെന്നും പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ആദം ഈ ഇന്ത്യയിലേ ഇല്ലായിരുന്നു. അതുകൊണ്ട് ആദമല്ല അത് ചെയ്തത്. പിന്നെ പോണിടം മുഴുവൻ തോക്കും കൊണ്ട് നടക്കാൻ അത് മാത്രം വേണ്ടതല്ല. അതുകൊണ്ട് വീട്ടിൽ വെച്ചിട്ട് പോയത് മേ ബി അത് ആരെങ്കിലും എടുത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചതായിരിക്കാന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോ നമ്മൾ പറഞ്ഞോണ്ട് തന്നെ അങ്കി കാര്യങ്ങൾ പോകുന്നത് ആദമല്ല ഇത് ചെയ്തത്. അപ്പൊ ഇത് വേറെ ആരുമാണ് ചെയ്തത്. മേ ബി ഏതായാലും ശിവങ്ങളെ കൊന്നത് ആദമല്ല. അപ്പോ ഇനി നമുക്കറിയേണ്ട ഇന്ദിരയുടെ പാസ്റ്റാ. ഇന്ദിരയുടെ പാസ്റ്റില് ഇല്ലല്ലോ, ഇനി അഖിലും കൂടെ ആണോന്ന് അറിയണോ അല്ലേ? അവൻ്റെ കാര്യം വിട്. അവനാണോന്ന് എനിക്കൊരു ഉറപ്പില്ല. അവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അയാളൊരു പാവമാണ്. ഏതായാലും സംശയത്തിൻ്റെ ലിസ്റ്റിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റത്തില്ല. പക്ഷെ അവനോട് ഞാൻ ചോദിച്ചോളാം അതിന്ന് തന്നെ. ഈ രണ്ടുപേരും എല്ലാം എന്നറിഞ്ഞാലേ ബാക്കിയുള്ളവരെ കാര്യമായിട്ടൊന്ന് കാണാൻ പറ്റും. ഏതായാലും ഋഷി താങ്ക്സ്. പിന്നെ ഇച്ചായൻ പറഞ്ഞതില്ലേ ഇന്ദിരയുടെ പാസ്റ്റ്, അത് ഇച്ചായൻ എന്താ പറയാൻ വന്നതെന്ന് എനിക്കറിയാം. ഏതോ കസിൻ ബ്രദർ എന്നല്ലേ? അത് അർജുനാവാനാണ് സാധ്യത. കാരണം ഇത് ഈ പ്രശ്നങ്ങളൊക്കെ അറിയുന്ന ആദമും ഇന്ദ്രയല്ലാത്ത മൂന്നാമതൊരാൾ അർജുന. അപ്പം മിക്കവാറും അത് അർജുന അവന് ചാൻസ് ഉള്ളൂ എന്ന് മാത്രമല്ല, അവരുടെ സംസാരം എന്ന് കേട്ടിട്ടും ഞാൻ കുറച്ചേ കേട്ടുള്ളൂ. എന്നാലും എൻ്റെ ഒരു ഊഹം വെച്ച് അത് അർജുൻ തന്നെയാണ്. അന്ന് അർജുൻ്റെ കൂടെ ആയിരിക്കാം ഇവർ രണ്ടുപേരും നിന്ന് പഠിച്ചത്. അത് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ പോയി കാശിയേട്ടനെ കാണട്ടെ. കാശിയേട്ടനോട് ആദമല്ല ഇതിൻ്റെ ഒന്നും പ്രതി എന്ന് പറയണം. എന്നിട്ട് അവരുടെ ലൈഫ് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. കാശിയേട്ട ഏതായാലും ആദമിനോട് മറുപടി ഒന്നും പറയാത്ത സ്ഥിതിക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എളുപ്പമായിരിക്കും. എന്നാൽ ഞാൻ പോട്ടെ. ശരിടാ. എന്നാൽ നീ അങ്ങ് എത്തിയിട്ട് വിളിക്കുക കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. ഞാൻ വിളിക്കാം. എടാ അന്നേനൊന്ന് വീട്ടിലാക്കിയേക്കണേ. ശരി എന്നാൽ ഞാൻ ഇറങ്ങാം. ഋഷിയല്ല ഇച്ചായ സ്റ്റോക്കിൻ്റെ കാര്യം മറക്കണ്ട. സാധാരണ പോയാൽ മതി.